സാധാരണ തിരഞ്ഞെടുപ്പ് വരുമ്പോഴൊക്കെ മുന്നണികൾ പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങളുമായി കൊമ്പ് കോർക്കുന്നത് നമ്മൾ സ്ഥിരം കാണുന്ന കാഴ്ചയാണ്. എന്നാൽ ഇക്കുറി ലോക്സഭാ തിരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ടുള്ള ആരോപണ ശരങ്ങളാണ് കക്ഷി വ്യത്യാസമില്ലാതെ ഓരോരുത്തർക്കും ഏൽക്കേണ്ടി വന്നത്. അത് വ്യക്തിപരമായി കൂടി പരിധി വിട്ടു പോകുന്നതും കണ്ടതാണ്. തിരഞ്ഞെടുപ്പ് എത്തുമ്പോൾ ഇതൊക്കെ സർവ്വസാധാരണമാണെങ്കിലും ഇക്കുറി പക്ഷേ മുൻ തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ മുന്നണിക്കും ജീവൻ മരണ പോരാട്ടമായിരുന്നു. തിരഞ്ഞെടുപ്പ് 5ാം ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന വേളയിലും അതിനൊരു മാറ്റവും വന്നിട്ടില്ല. കാരണം 400 സീറ്റ് നേടി തുടർഭരണമെന്ന ജൈത്രയാത്ര തുടരാൻ ബി.ജെ.പിയും കോൺഗ്രസ് മുക്ത ഭാരതമെന്ന ബി.ജെ.പിയുടെ ആപ്തവാക്യം പൊളിക്കാൻ പാടുപെടുന്ന കോൺഗ്രസും അവസാനത്തെ കനൽത്തരി കെടാതെ നോക്കാൻ ചക്രശ്വാസം വലിക്കുന്ന സി.പി.എമ്മിനെയുമൊക്കെയാണ് കാണുന്നത്. ഒടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ BBC ഡോക്യുമെന്ററി ഹർജിയിൽ വരെ എത്തി നിൽക്കുകയാണ് ഈ വിവാദങ്ങൾ. ഈ ആരോപണങ്ങളും വിവാദങ്ങളുമൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ പറഞ്ഞു കേട്ട ഒന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ മാസപ്പടി കേസ് വിവാദവും. കേസിന്റെ പിന്നാലെ എക്സ്പ്രസ് ട്രെയിൻ പോലെ പാഞ്ഞ മാത്യു കുഴൽനാടനും ഷോൺ ജോർജിനുമൊക്കെ ഇടയ്ക്ക് വെച്ച് ബ്രേക്കിടുന്ന കാഴ്ചയാണ് കണ്ടത്. ആരോപണത്തെ പ്രതിരോധിക്കാൻ പതിവ് ശൈലിയിൽ CPM മൗനം തുടർന്നും കണ്ണുരുട്ടിയും മുന്നോട്ടു പോകുന്നതിനിടെ കേസിൽ ഉൾപ്പെട്ടു എന്ന് പറയുന്ന ചില വമ്പന്മാരിലേക്ക് കൂടി SFIOയും EDയും എത്തിയതോടെ അത് പുതിയ തലത്തിലേക്ക് മാറുകയായിരുന്നു. 2 കമ്പനികൾ തമ്മിലുണ്ടാക്കിയ പ്രവൃത്തി കരാർ എങ്ങനെ അഴിമതിയാകും എന്ന പ്രത്യാരോപണം നടക്കുന്നതിനിടെ കുഴൽനാടന്റെ ഹർജി തള്ളിയത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയുമായിരുന്നു. അതിനു മുന്നേ തന്നെ SFIOയുടെയും EDയുടെയും അന്വേഷണം മുടങ്ങുന്നതും കണ്ടതാണ്. ഈ സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് കൂടി എത്തിയതോടെ മാസപ്പടി കേസ് ചാപിള്ളയായെന്നാണ് നിരീക്ഷകർ പറയുന്നത്. അവർ അതിനുള്ള കാരണവും കണ്ടെത്തിയിട്ടുണ്ട്. BJP ഇക്കുറി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്നതാണ് ഇതിനുള്ള കാരണം. കേസ് അവസാനിപ്പിക്കാനുള്ള ധാരണ വോട്ടെടുപ്പിന് ആഴ്ചകൾക്ക് മുമ്പേ ദുബായിൽ പൂർത്തിയായെന്നും തിരുവനന്തപുരത്ത് നിന്ന് രാജീവ് ചന്ദ്രശേഖറും തൃശൂരിൽ നിന്ന് സുരേഷ് ഗോപിയും ലോക്സഭയിൽ എത്തുമെന്നും കഴിഞ്ഞ തവണത്തെ 1 എന്ന സംഖ്യയിൽ നിന്ന് 3 CPM അംഗങ്ങളുടെ എണ്ണം ഉയരുകയെന്നും ബാക്കി 15 സീറ്റിൽ UDF വരുമെന്നുമാണ് വിലയിരുത്തൽ. വോട്ടെടുപ്പ് ദിവസം EP ജയരാജൻ പൊട്ടിച്ച പ്രകാശ് ജാവദേക്കർ വിവാദത്തിന് മറുപടിയായി പിണറായിയുടെ ശിവനും പാപിയും എന്ന മാസ് ഡയലോഗും എത്തുകയുണ്ടായി. EPക്കെതിരെ പിണറായി പ്രതികരിച്ചതും പിന്നീട് EP അത് മയപ്പെടുത്തിയതും എവിടെയാണ് ചെന്ന് കൊള്ളുന്നതെന്നും എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം 10 മടങ്ങ് ആത്മവിശ്വാസത്തിലാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമൊക്കെ BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന പ്രസ്താവനകൾ നടത്തിയത്. ദക്ഷിണേന്ത്യയിലെ BJPയുടെ തേരോട്ടത്തിന് തുടക്കം കുറിക്കുന്ന കേരളത്തിൽ നിന്നായിരിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. അതിന്റെ ബാക്കിയാണ് ഇപ്പോൾ ശൂന്യതയിൽ നിൽക്കുന്ന മാസപ്പടിയും മാറ്റങ്ങളിൽ നിന്ന് മാറ്റങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്ന SNC ലാവ്ലിൻ കേസുമൊക്കെ. ലാവ്ലിൻ കേസിൽ ഇനിയൊരു വിധി ഉണ്ടാകില്ലെന്നും നിരീക്ഷകർ പറയുന്നുണ്ട്. മറ്റൊരു പാമോലിൻ കേസായി SNC ലാവ്ലിൻ കേസ് മാറുമ്പോൾ മാസപ്പടി കേസിന്റെ ഗതി അതായിരിക്കില്ലെന്നും തിരഞ്ഞെടുപ്പിൽ BJPക്ക് പ്രതീക്ഷിച്ച വിജയം ലഭിച്ചില്ലെങ്കിൽ വീണ്ടും മാസപ്പടി അന്തരീക്ഷത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുമെന്നും വിലയിരുത്തുന്നുണ്ട്. അത് ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു അമിത്ഷായുടെ വാക്കുകൾ. ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് NDA സഖ്യം 400 സീറ്റ് കടക്കുമെന്നും കേരളത്തിലും തമിഴ്നാട്ടിലും അക്കൗണ്ട് തുറക്കുമെന്നും വ്യക്തമാക്കിയത്. പുറമെ ബംഗാളിൽ 30 സീറ്റെങ്കിലും നേടുകയും ബീഹാറിൽ 2019 സമാനമായിരിക്കുമെന്നും തങ്ങളുടെ സീറ്റ് നില എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഒഡീഷയിൽ നിന്ന് 16 പേരെയോ അതിനു മുകളിലോ സീറ്റ് നേടിയേക്കാം. തെലങ്കാനയിൽ 10നും 12നും ഇടയിലാകും സീറ്റ് നില. ആന്ധ്രാപ്രദേശിൽ 17നും 18നും ഇടയിൽ നേടാനാകുമെന്നും പറയുന്നുണ്ട്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും മികച്ച പ്രകടനം നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല പട്ടികജാതി പട്ടികവർഗ OBC വിഭാഗങ്ങളുടെ സീറ്റ് സംവരണം തട്ടിയെടുത്ത് മുസ്ലിം സമുദായത്തിന് നൽകാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും അമിത്ഷാ പറയുന്നുണ്ട്. സംവരണ വ്യവസ്ഥകൾ മാറ്റുന്നതിനായി BJP ഒരിക്കലും ഭരണഘടന ഭേദഗതി ചെയ്യാൻ ആഗ്രഹിച്ചിട്ടില്ല. കഴിഞ്ഞ 10 വർഷമായി ഭരണഘടന ഭേദഗതി ചെയ്യാൻ തക്ക ശക്തി പാർലമെന്റിൽ NDAക്കുണ്ട്. എന്നാൽ BJP ഒരിക്കലും അതിന് മുതിരുകയില്ല. ആർട്ടിക്കിൾ 370, രാമക്ഷേത്രം, ഏക സിവിൽ കോഡ് തുടങ്ങി തങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സങ്കല്പ പാതയിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. മറിച്ച് കർണാടകയിലും തെലങ്കാനയിലും കോൺഗ്രസ് പട്ടികജാതി പട്ടികവർഗ OBC വിഭാഗങ്ങളുടെ കോട്ട കുറച്ചാണ് മുസ്ലിങ്ങൾക്ക് സംവരണം നൽകിയതെന്നും അമിത്ഷാ വ്യക്തമാക്കുന്നുണ്ട്. അധികാരത്തിലെത്തിയാൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നത് നടപ്പാക്കും. തിരഞ്ഞെടുപ്പെല്ലാം ഒരുമിച്ചാകും എന്നത് മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും അമിത്ഷാ പറഞ്ഞു വയ്ക്കുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് കേരളത്തിലെ BJPയുടെ സീറ്റ് നിലയും വിവാദങ്ങളുമൊക്കെ വീണ്ടും ചർച്ചയിലേക്ക് വന്നിരിക്കുന്നത്.